നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തി. MLA ഓഫീസിന് കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ രാഹുൽ. ലൈംഗികാരോപണങ്ങൾക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയതിനെതിരെ ചൂലുമായി BJPയുടെ പ്രതിഷേധം. നാണം കെട്ട MLA പാലക്കാട്ട് കാലുകുത്തരുതെന്നും MLA രാജിവെക്കണമെന്നും BJP. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൈക്കിളിൽ മൈക്ക് കെട്ടി DYFIയുടെ പ്രതിഷേധ പ്രചരണം. പെൺകുട്ടികളും യുവതികളും സ്ത്രീകളും കരുതൽ സ്വീകരിക്കണമെന്നും DYFI. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ കേരളത്തെ കട്ടുമുടിച്ചെന്നും കേന്ദ്ര പദ്ധതികളിൽ പേരുമാറ്റി അട്ടിമറിച്ചെന്നും പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. CPIM ദുർഭരണത്തിനെതിരെ ഷൊർണൂർ BJP മണ്ഡലം കമ്മിറ്റിയുടെ ഉപവാസ സമരം ഷൊർണൂരിൽ. രാസലഹരി വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് മുന്നിലും പിന്നിലും ലഹരിക്ക് അടിമപ്പെട്ടവർ ഉണ്ടാക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതെന്നും ചെന്നിത്തല. ആയിരങ്ങൾ പങ്കെടുത്ത ലഹരിക്കെതിരെ നടത്തം പാലക്കാട്ട്. എയർപോർട്ട് മാതൃകയിൽ നവീകരണം പൂർത്തീകരിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സോഷ്യൽ മീഡിയകളിൽ തരംഗം. പദ്ധതി പൂർത്തീകരണം അമൃത് ഭാരത് പദ്ധതിയിൽ. നവീകരണം പൂർത്തിയാക്കിയ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നാടിന് സമർപ്പിക്കും. ഒറ്റപ്പാലം മണ്ഡലത്തിൽ കാർഷിക മഹോത്സവം ഒക്ടോബർ 23 മുതൽ 25 വരെ. വിവിധ ദിവസങ്ങളിലായി 5 മന്ത്രിമാർ ചടങ്ങുകളിൽ പങ്കെടുക്കും. കാർഷിക മഹോത്സവം ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ. ചേലക്കരയിൽ കൂട്ടാത്മഹത്യാശ്രമം. ഫോറൻസിക് സംഘം വീട്ടിൽ പരിശോധന നടത്തി. കൂട്ടാത്മഹത്യാശ്രമം ചൊവ്വാഴ്ച രാത്രിയോടെ. സംഭവത്തിൽ 6 വയസ്സുകാരി മരിച്ചു. മകന്റെയും അമ്മയുടെയും നില ഗുരുതരമായി തുടരുന്നു. വാർത്തകൾ വിശദമായി. വിവാദങ്ങൾക്കിടെ 38 ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തി. MLA ഓഫീസിന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളോട് രാഹുൽ പ്രതികരിച്ചില്ല. രാഹുലിന്റെ വരവ് പാർട്ടി നിലപാട് UDF യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു. മണ്ഡലത്തിലേക്കുള്ള രാഹുലിന്റെ വരവ് സസ്പെൻസായി തന്നെ കോൺഗ്രസും രാഹുലിനോട് അടുപ്പമുള്ളവരും നിലനിർത്തിയിരുന്നു. രാഹുലിനെതിരെയുള്ള പാർട്ടി നിലപാട് UDF യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ പാലക്കാടെത്തിയത്. ഒരാഴ്ച മുമ്പ് പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് സേവ്യറുടെ അനുജൻ മരണപ്പെട്ടിരുന്നു. ഇവിടേക്കെത്തിയ രാഹുൽ പരിചയക്കാരോടും സുഹൃത്തുക്കളെയും കണ്ടതിനുശേഷം മരണപ്പെട്ട കോൺഗ്രസ് നേതാവ് മണ്ണാർക്കാട് PJ പൗലോസിന്റെ വീട്ടിലേക്കാണ് പോയത്. മാധ്യമങ്ങളെ കാണുമെന്നറിയിച്ച രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും രാഹുലിനൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലൈംഗിക ആരോപണങ്ങൾക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയതിനെതിരെ ചൂലുമായി പ്രതിഷേധിച്ച BJP. നാണം കെട്ട MLA പാലക്കാട്ട് കാലുകുത്തരുതെന്നും MLA സ്ഥാനം രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയതറിഞ്ഞാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂലുമായി പ്രവർത്തകർ MLA ഓഫീസിലേക്ക് എത്തിയത്. MLA ഓഫീസ് എത്തുന്നതിന് മുൻപ് പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. നാണം കെട്ട MLA പാലക്കാട് കാലുകുത്തരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുമാണ് BJP ആവശ്യപ്പെടുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് K. പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പോലീസുകാർ ലാത്തിച്ചാർജ് നടത്തി ഇവിടെ ജലപീരങ്കി ഉപയോഗിച്ച് കുറേ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു അറസ്റ്റ് കാണിച്ചുകൊണ്ട് BJPയുടെ സമരത്തെ അവസാനിപ്പിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അദ്ദേഹം രാജിവെക്കുന്നവരെ BJPയുടെ പ്രവർത്തകന്മാർ ശക്തമായ സമരം. അല്ല, ഇവിടെ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു അദ്ദേഹം MLA എന്നുള്ള പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ, അതുപോലെ തന്നെ ഔദ്യോഗിക പരിപാടി, ഇതിനൊക്കെ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുണ്ടാവും.
പാലക്കാട് നഗരസഭയിലെ വനിതാ കൗൺസിലർമാരും മഹിളാ മോർച്ച നേതാക്കളും പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയതിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പ്രചരണം. സൈക്കിളിൽ മൈക്ക് കെട്ടിയാണ് ഡിവൈഎഫ്ഐ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത്. ലൈംഗിക കേസിൽ ആരോപണ വിധേയനായ രാഹുലിനെതിരെ പെൺകുട്ടികളും യുവതികളും സ്ത്രീകളും കരുതൽ സ്വീകരിക്കണമെന്നുള്ള പരിഹാസത്തോടെയായിരുന്നു പ്രചരണം. വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ രാഹുലിന്റേതായി കോൾ മെസ്സേജ് വന്നാൽ മറുപടി നൽകരുതെന്നും ആഹ്വാനമുണ്ടായി. വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ രാഹുലിന്റേതായി കോൾ മെസ്സേജ് എന്നിവ വന്നാൽ മറുപടി നൽകരുതെന്നും സ്ത്രീ സമൂഹം ശ്രദ്ധ പുലർത്തണമെന്നും ഡിവൈഎഫ്ഐ പ്രചരണത്തിലൂടെ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് പെൺകുട്ടികൾ, അമ്മമാർ, ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെടുന്നവർ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, രാത്രി 12 മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ വരുന്ന മെസ്സേജുകൾ ആരും തന്നെ റീപ്ലൈ കൊടുക്കരുത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ, പ്രസിഡന്റ് ജയദേവൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹികളായ ബി നാഹിം, വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിണറായി സർക്കാർ കേരളത്തെ കട്ടുമുടിച്ചുവെന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ. പിൻവാതിൽ നിയമനം നടത്തിയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ പേരുമാറ്റി അട്ടിമറിച്ചെന്നും വികസനങ്ങളെ ഇല്ലാതാക്കുകയുമാണ് പിണറായി സർക്കാർ ചെയ്തതെന്നും വേണുഗോപാൽ പറഞ്ഞു. CPIM ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പ് ആരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതു സർക്കാർ ഭരണത്തിൽ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു CPM ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയും BJPയുടെ നേതൃത്വത്തിൽ ഉപവാസം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിണറായി സർക്കാർ കേരളത്തെ കട്ടുമുടിച്ചുവെന്ന് പി വേണുഗോപാൽ പറഞ്ഞു. പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ പേരുമാറ്റി അട്ടിമറിച്ചും വികസനങ്ങളെ ഇല്ലാതാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്ന് വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് ഷൊർണൂർ പോലുള്ള നഗരസഭ അതൊരു നല്ല നഗരസഭയായി, മാതൃകാ നഗരസഭയായി മാറണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിച്ചേ തീരൂ. ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിക്കാതെ ഇവർക്ക് വികസനം കൊണ്ടുവരാൻ കഴിയില്ല. വികസനത്തിന്റെ കാഴ്ചപ്പാടില്ലാത്തവരാ. മുരടൻ സിദ്ധാന്തങ്ങളുമായി പോയി എല്ലാറ്റിലും രാഷ്ട്രീയം കാണുന്ന, രാഷ്ട്രീയത്തിനപ്പുറമൊന്നും ചിന്തിക്കാൻ കഴിയാത്ത, ചിന്താശക്തി മരവിച്ച നേതൃത്വമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണം എല്ലാവരേക്കും തുല്യനീതി കൊടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, K. പ്രസാദ്, സിനി മനോജ്, നിഷ ശശികുമാർ, KR അശ്വതി, രാധാ സുരേന്ദ്രൻ, T. ബിന്ദു, ലേഖ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാസലഹരി വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലും മുന്നിലും ലഹരിക്ക് അടിമപ്പെട്ടവർ ഉണ്ടാകുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ നടന്ന ലഹരിക്കെതിരെ ചെന്നിത്തല നേതൃത്വം നൽകിയ നടത്തത്തിൽ സമൂഹത്തിന്റെ നാനാതുറയിലെ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് മുന്നിലും പിന്നിലുമുള്ളവരിൽ ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ടാകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി വ്യാപനം തടയുന്നതിൽ എക്സൈസും പോലീസും പരാജയമാണ്. ലഹരി വ്യാപനം തടയുന്നതിൽ ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ്. സർക്കാരിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നില്ല. പെൺകുട്ടികളെയും യുവതികളെയും കരിയർമാരാക്കിയുള്ള ലഹരിക്കടത്ത് കുടുംബ സാമൂഹിക ബന്ധങ്ങൾ ശിഥിലമാക്കും. സമൂഹത്തെയും കുടുംബങ്ങളെയും ശിഥിലമാക്കുന്ന ലഹരിക്കെതിരെ സമൂഹം ഒന്നാകെ പൊരുതണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പൂക്കാവടി, മേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ലഹരിക്കെതിരെയുള്ള നടത്തം. MP VK ശ്രീകണ്ഠൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൾ മുത്തലിബ്, C. ചന്ദ്രൻ, KA തുളസി, UN പ്രതിനിധി അജിത് കുമാർ വർമ്മ, KPCC വൈസ് പ്രസിഡന്റ് ബൽറാം, മുൻ MP VS വിജയരാഘവൻ, CV ബാലചന്ദ്രൻ, MLA ഷംസുദ്ദീൻ, സുമേഷ് അച്യുതൻ, ഫിറോസ് ബാബു, സന്ദീപ് വാര്യർ, CP മുഹമ്മദ്, PV രാജേഷ്, P. ബാലഗോപാൽ, ഹരിഗോവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ എയർപോർട്ട് മാതൃകയിലുള്ള റെയിൽവേ സ്റ്റേഷൻ സോഷ്യൽ മീഡിയകളിൽ തരംഗമാകുന്നു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം പൂർത്തിയാക്കിയത്. ഒക്ടോബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഒരു മിനി എയർപോർട്ട് 3 സ്റ്റാർ റിസോർട്ടിനെ വെല്ലും.
വലുപ്പത്തിൽ മാത്രമല്ല ഭംഗിയിലും ഒന്നാം സ്ഥാനം. ഇത്തരത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ച സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്റ്റേഷൻ കവാടത്തിലെ മുഴുവൻ ലൈറ്റുകളും കഴിഞ്ഞ ദിവസം ഓരോന്നായി പ്രകാശിപ്പിച്ചതോടെയാണ് സ്റ്റേഷൻ സോഷ്യൽ മീഡിയ റീൽസുകളിൽ നിറഞ്ഞത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ ചൊല്ലി നിരവധി ട്രോളുകളും വന്നിട്ടുണ്ട്. വള്ളുവനാട്, ഷൊർണൂർ, ഒറ്റപ്പാലം ട്രോൾ തുടങ്ങിയ പേജുകളിലാണ് സ്റ്റേഷന്റെ വീഡിയോകൾ ഷെയർ ചെയ്തിരിക്കുന്നത്. യുവാക്കളുടെ രാത്രികാല ഫോട്ടോഷൂട്ടിനുള്ള ലൊക്കേഷനും ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ വരുന്ന വാഹനയാത്രക്കാരും സ്റ്റേഷന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്താറുണ്ട്. കവാടത്തിന് 2 വശങ്ങളിലായുള്ള പൂന്തോട്ടങ്ങളും എയർപോർട്ട് മാതൃകയിലുള്ള വാഹന ട്രാക്കുകളും വിവിധ തരത്തിലുള്ള വർണ്ണ ലൈറ്റുകളും സ്റ്റേഷന്റെ ഭംഗി കൂട്ടുന്നു. ഈ മാസം 30-നുള്ളിൽ 1ാം ഘട്ട നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി പെയിന്റിംഗ് ജോലികൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ മനോഹരമായ പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. അതിനു ചുറ്റും യാത്രക്കാർക്ക് ഇരിക്കാനാകുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്ലാറ്റ്ഫോമിന് അകത്ത് പൂന്തോട്ടം ഒരുക്കുന്നത് ഇത് ആദ്യമായാണ്. സ്റ്റേഷന് മുൻഭാഗത്തെ സൗന്ദര്യവൽക്കരണം, സ്റ്റേഷൻ അപ്രോച്ച് റോഡുകൾ, ശുചിമുറി നവീകരണം, പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ പുതിയ മേൽക്കൂര, പുതിയ പാർക്കിംഗ് ഏരിയ, ശുചിമുറി ബ്ലോക്കോട് കൂടിയ പുതിയ കാത്തിരിപ്പ് കേന്ദ്രം, 4 പുതിയ ലിഫ്റ്റുകൾ, സ്റ്റാൻഡേർഡ് ഡ്രൈനേജുകളും ഡിസ്പ്ലേ ബോർഡുകളും എന്നീ ജോലികൾ ഇതിനോടകം പൂർത്തിയായി. നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കരയിൽ കൂട്ടാത്മഹത്യാശ്രമം നടന്ന വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. ചൊവ്വാഴ്ച രാത്രിയാണ് അമ്മയും 2 മക്കളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സംഭവത്തിൽ 6 വയസ്സുകാരി അണിമ മരിച്ചു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. 6 വയസ്സുകാരി അണിമ മരിക്കുകയും അമ്മ ശൈലജ, സഹോദരൻ അക്ഷയ് എന്നിവർ ഗുരുതരാവസ്ഥയിൽ തൃശൂരിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് വിശദമായ ശാസ്ത്രീയ പരിശോധന നടന്നത്. 43 വയസ്സുള്ള ശൈലജയുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഭർത്താവ് പ്രദീപിന്റെ മരണത്തെ തുടർന്നുള്ള മനോവിഷമമാണ് കുടുംബത്തെ ഈ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ചൊവ്വാഴ്ച രാത്രി വൈകിയും വീടിനുള്ളിൽ ആരെയും കാണാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാരാണ് വാതിൽ പൊളിച്ച് അകത്ത് കയറി മൂവരെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ പെൺകുട്ടി മരിച്ചിരുന്നു. ഐസ്ക്രീമിൽ എലിവിഷം ചേർത്തതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം മണ്ഡലത്തിൽ കാർഷിക മഹോത്സവം ഒക്ടോബർ 23 മുതൽ 25 വരെ നടക്കും. നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. വിവിധ ദിവസങ്ങളിലായി 5 മന്ത്രിമാർ ചടങ്ങുകളിൽ പങ്കെടുക്കും. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായാണ് കാർഷിക മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് സംഘടനാ സമിതി ഭാരവാഹികൾ അറിയിച്ചു. മണ്ഡലത്തിലെ കാർഷിക മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന കാർഷിക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. 25 വരെ സംഘടിപ്പിക്കുന്ന കാർഷിക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം 24-ന് രാവിലെ 10 മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും. വിവിധ ദിവസങ്ങളിലായി മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, എം പി രാജേഷ്, സജി ചെറിയാൻ, GR അനിൽ തുടങ്ങിയവർ പങ്കെടുക്കും. മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ സർക്കാർ വകുപ്പുകൾ തുടങ്ങിയവയുടെ പിന്തുണയോടെയാണ് ഒറ്റപ്പാലം നഗരത്തിൽ കാർഷിക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ്, അനുബന്ധ ഉപജീവന മേഖലകൾ എന്നിവയെ മുൻനിർത്തി സെമിനാറുകൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളകൾ, കർഷകരെയും യുവകർഷകരെയും ആദരിക്കൽ, അസാപ്പുമായി സഹകരിച്ച് തൊഴിൽമേള, രുചിഭേദങ്ങളുടെ വൈവിധ്യമൊരുക്കി ഭക്ഷ്യമേള, എല്ലാ ദിവസവും വൈകിട്ട് സാംസ്കാരിക സദസ്സ് എന്നിവ ഉണ്ടായിരിക്കും. വിജയകരമായ നടത്തിപ്പിനു വേണ്ടി ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സാധ്യമാക്കാനും കൂടുതൽ സജീവമാക്കാനും കഴിയുക, അതിന് എന്തെല്ലാം ഇടപെടലാണ് നാം നടത്തേണ്ടത്? ഒരു വർഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ ജില്ലയിൽ, നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെലവഴിക്കുന്നത്? അത് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ക്രിയേറ്റീവായി, കൂടുതൽ സക്രിയമായി, സർഗാത്മകമായി ആ പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവുക? നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ ഭാഗമായി നമുക്കറിയാം, കേരള ചിക്കൻ എന്ന പേരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. കേരള ചിക്കന്റെ ഭാഗമായി നമുക്ക് പുതിയ ഔട്ട്ലെറ്റുകൾ നമുക്ക് തുടങ്ങാനാവുമോ? MLA ചെയർമാനും അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് S. ബിൻസി കൺവീനറുമായ 501 അംഗ സംഘാടക സമിതിക്ക് യോഗം രൂപം നൽകി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അധ്യക്ഷയായി. ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ്
ശോഭന രാജേന്ദ്രപ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വിജയലക്ഷ്മി, സി രാജിക, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിലെ പൊതുമേഖലാ സ്ഥാപനമായ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സ്ഥാപനത്തെ 100 കോടി ടേൺ ഓവറിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടത്തുമെന്ന് പുതിയതായി ചാർജെടുത്ത MD S ഹരികുമാർ പറഞ്ഞു. 2028 സ്ഥാപനത്തിന്റെ 100ാം വാർഷികം ആകുമ്പോഴായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. MD ആയിരുന്ന ലക്ഷ്മിനാരായണന് നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MD ഹരികുമാർ. ബുധനാഴ്ച ഹരികുമാർ MD ആയി ചാർജെടുത്തു. വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമാണ് വർഷങ്ങൾ പഴക്കമുള്ള ഷൊർണൂരിലെ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം. ഏറ്റവും ഒടുവിൽ 3.5 വർഷക്കാലം സ്ഥാപനത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് MD ലക്ഷ്മിനാരായണനായിരുന്നു. ഇദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചതോടെ സർക്കാർ നിയമനത്തോടെ സ്ഥാപനത്തിന് പുതിയ MD ആയി കൊല്ലം സ്വദേശി S ഹരികുമാർ ചാർജ് എടുത്തിരിക്കുകയാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ലക്ഷ്മിനാരായണനിൽ നിന്നും MD ആയി ഹരികുമാർ ചാർജ് എടുക്കുകയായിരുന്നു. തുടർന്ന് ലക്ഷ്മിനാരായണന് ജീവനക്കാരും തൊഴിലാളികളും ചേർന്ന് യാത്രയയപ്പും നൽകി. മെറ്റൽ ഇൻഡസ്ട്രീസ് സ്ഥാപനത്തെ 100 കോടി ടേൺ ഓവറിലെത്തിക്കാൻ പരിശ്രമം നടത്തുമെന്ന് യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിച്ച പുതിയ MD ഹരികുമാർ പറഞ്ഞു. സ്ഥാപനത്തിൻ്റെ 100ാം വാർഷികമാകുമ്പോഴേക്കും ഇത് സാധ്യമാക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മകമായ നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയണമെന്നും MD കൂട്ടിച്ചേർത്തു. ട്രേഡിംഗ് വഴിയായാലും നമ്മുടെ സ്വന്തം ഉത്പാദനം വഴിയായാലും നമുക്ക് നാടകമൊന്നുമില്ല, നമുക്ക് ഈ സമയം കിടക്കുവാണ്. ഇത് 100ാം വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ടേൺ ഓവർ നമുക്ക് 100 കോടിയാക്കണം. ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാര്യം നമ്മുടെ കുണ്ടറൊക്കെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 15 കോടി ടേൺ ഓവറൊക്കെ ഉള്ള സ്ഥാപനമായിരുന്നു. പക്ഷേ എന്നും ഞാൻ പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് ആണ് ഈ കമ്പനിയുടെ സെക്രട്ടറി. കാര്യം ഞാൻ എടുക്കുന്ന ഓരോ റിസ്കുകളും അവിടുത്തെ ട്രേഡ് യൂണിയൻസ് ആവട്ടെ, നമ്മുടെ മാനേജ്മെൻറ്റ് കൊളീഗ്സ് ആവട്ടെ, എന്തും അവർ സംശയം, അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർ നമ്മൾക്ക് പറയും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് സംസാരിക്കാൻ. ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. സർവീസിൽ നിന്നും വിരമിച്ച ലക്ഷ്മിനാരായണന് സഹപ്രവർത്തകർ ഉപഹാരവും സമ്മാനിച്ചു. സ്ഥാപനം ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണൻ, സജിത് കുമാർ, അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവുനായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് വീട്ടിലെ 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. അൻസാറും കുടുംബവും പുറത്തുപോയിരുന്ന സമയത്താണ് തെരുവുനായ്ക്കൾ കോഴികളെ ആക്രമിച്ചത്. 70 നാടൻ കോഴികളെ അൻസാർ ഷെഡ് കെട്ടി അതിനുള്ളിൽ കൂട് നിർമ്മിച്ചാണ് വളർത്തുന്നത്. ഏകദേശം 5 നായ്ക്കൾ ചേർന്നാണ് കോഴികളെ കടിച്ചു കൊന്നിട്ടുള്ളത്. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ മദ്യപന്റെ അതിക്രമം. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് എതിരെ വന്ന കാറിലേക്ക് ഇടിച്ചു കയറിയത്. കേച്ചേരി സ്വദേശി 60 വയസ്സുള്ള സുരേഷ് എന്നയാളാണ് മദ്യലഹരിയിൽ കാറോടിച്ച് അപകടമുണ്ടാക്കിയത്. മദ്യലഹരിയിൽ നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഇയാളുടെ കാറിൽ നിന്ന് 3 വിദേശ മദ്യക്കുപ്പികളും പകുതി കഴിച്ച ബിയറിന്റെ കുപ്പിയും പാൻ മസാലയും കണ്ടെടുത്തു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലൈഫ് മിഷൻ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്ന പാലക്കാട് ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി അമ്പലപ്പാറ. SC ഭവന നിർമ്മാണം പഞ്ചായത്ത് തല പ്രഖ്യാപനവും ലിസ്റ്റിലെ ഗുണഭോക്താക്കളുടെ രേഖാപരിശോധനാ യോഗവും പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. SC വിഭാഗത്തിൽപ്പെട്ടവരുടെ മുൻഗണനാ ലിസ്റ്റിൽ 307 ഭവനരഹിതരും 111 ഭൂരഹിത ഭവനരഹിതരുമാണ് ഉള്ളത്. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 135 വരെയുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ ധനസഹായം അനുവദിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 136 മുതൽ 307 വരെയുള്ള ഗുണഭോക്താക്കൾക്ക് 3ാം ഘട്ടമായി ധനസഹായം അനുവദിക്കുന്നതിന് ലിസ്റ്റിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്നതിനുള്ള ഗുണഭോക്താക്കളുടെ രേഖാ പരിശോധന യോഗമാണ് ചേർന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് ഖാസിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് T ശശികുമാർ അധ്യക്ഷത വഹിച്ചു. പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ അംബിക നന്ദി പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷ KL, VEO രാജേഷ്, വാർഡ് മെമ്പർമാരായ കമലാക്ഷി, വിജിത, ധന്യ V, ലത P, ധന്യ PB, ഗ്രീഷ്മ, സുരേന്ദ്രനുണ്ണി, ഗംഗാധരൻ P തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ പഞ്ചായത്തിൽ ജനറൽ ഗുണഭോക്താക്കളുടെ മുൻഗണനാ ലിസ്റ്റിൽ 582 ഭവനരഹിതരും 156 ഭൂരഹിത ഭവനരഹിതരുമാണുള്ളത്. 582 ഭവനരഹിതരിൽ 38 പേർക്ക് നിർമ്മാണം പൂർത്തിയാക്കുകയും 6 പേർ റൂഫ് വരെയും 4 പേർ ലിൻഡൽ വരെയും 4 പേർ തറപ്പണിയും വരെ എത്തി നിൽക്കുന്നു. ആകെ 69 പേർ കരാർ വച്ചിട്ടുണ്ട്. PMY ലിസ്റ്റിൽ 444 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 196 പേർ കരാർ വച്ചിട്ടുണ്ട്. ആകെ 110 പേർക്ക് ധനസഹായം അനുവദിച്ചു. 48 നിർമ്മാണം പൂർത്തിയാക്കുകയും
62 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയുമാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജൽജീവൻ മിഷൻ പൈപ്പിടാൻ എന്ന പേരിൽ റോഡുകൾ വെട്ടിപ്പൊളിച്ച് ഗതാഗതം ദുസ്സഹമാക്കിയ അധികൃതരുടെ നടപടിക്കെതിരെ പറളി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പഞ്ചായത്ത് അംഗം ആനന്ദ് ജി പ്രതിഷേധിച്ചു. ഇത് പ്രതിഷേധത്തിന്റെ തുടക്കമാണെന്നും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ആനന്ദ് ജി പറഞ്ഞു. പറളി 8ാം വാർഡിൽ ജലജീവൻ പൈപ്പിട്ട ഭാഗങ്ങളിൽ സ്കൂൾ വാനുകൾ വീഴുന്നത് സ്ഥിരം കാഴ്ചയാണെന്നും ഇക്കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ കോൺട്രാക്ടറെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായതെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറോട് പറഞ്ഞപ്പോൾ റോഡ് സൈഡ് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുമാണത്രേ പറഞ്ഞത്. ഇത് പ്രതിഷേധിച്ചും ജലജീവൻ കോൺട്രാക്ടർ റീസ്റ്റോറിംഗ് ചെയ്ത ഭാഗങ്ങൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് 8ാം വാർഡംഗവും കോൺഗ്രസുകാരനുമായ KN ആനന്ദ് ജി പറളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് നടക്കുന്നതിന്റെ തൊട്ടുമുമ്പാണ് പഞ്ചായത്ത് അംഗത്തിന്റെ പ്രതിഷേധം. ഇത് പ്രതിഷേധത്തിന്റെ തുടക്കം മാത്രമാണെന്നും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ആനന്ദ് ജി പറഞ്ഞു. പറളി പഞ്ചായത്ത് ഭരണം നിലവിൽ LDF-നാണ്. CPI-കാരിയായ K രേണുകാദേവിയാണ് പ്രസിഡന്റ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പതിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ NSS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സുഹൃതം സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉള്ളവരെ ആദരിച്ചു. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ മനുഷ്യവലയം തീർത്ത് പ്രതിജ്ഞ ചൊല്ലി. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ മനുഷ്യവലയം തീർത്ത് പ്രതിജ്ഞ ചൊല്ലി. സ്നേഹസംഗമം മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. വളർന്നു വരുന്ന തലമുറ അവരുടെ ബുദ്ധിയും ശക്തിയും ഈ നാടിന്റെ പുനർനിർമ്മാണത്തിന് അല്ലെങ്കിൽ പുരോഗതിക്ക് ആവശ്യമാണ്. അപ്പൊ അത് തകർക്കുന്ന നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ ശക്തിയുക്തം എതിർക്കാൻ, അതിന് പോരാടാൻ ഈ സമൂഹമായി മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ആളുകളാണ് NSSന്റെ വളർത്തിയ ഈ സംവിധാനമാകെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം AA ശിഹാബ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ KR കാർപ്പകം, HM അനിത, സ്റ്റാഫ് സെക്രട്ടറി M രതീഷ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ PS അനില സ്വാഗതവും വോളണ്ടിയർ ലീഡർ അസ്വിത നന്ദിയും പറഞ്ഞു. PR രാമചന്ദ്രൻ, ഗോപാലകൃഷ്ണൻ കളരിക്കൽ, MC വാസുദേവൻ, മണ്ണൂർ ചന്ദ്രൻ, NR കുട്ടികൃഷ്ണൻ, ദേവകി എന്നിവരെയാണ് ആദരിച്ചത്. തുടർന്ന് വിവിധ മേഖലയിലുള്ളവരുമായി ആശയവിനിമയം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരുവടൂർച്ചി ഗ്രാമപഞ്ചായത്തും കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഒരു വിരുന്ന് സൽക്കാരം തന്നെ പറയാം. കാരണം ഇതിനു മുന്നേ നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇതേപോലെ നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് നല്ലൊരു മേള സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മളെ സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും കൂടി ഒരുക്കിയ ഒരു വിഭവം ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ പെരുമുർശി ഗ്രാമപഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി നായർ ആയുർവേദ മരുന്നുകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. CDS ചെയർപേഴ്സൺ ബിന്ദു, ICDS സൂപ്പർവൈസർ അനിത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S അഫ്താബ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ P രമണി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി ഉപജില്ലാ കായികമേളയ്ക്ക് തുടക്കം. സെപ്റ്റംബർ 24, 25, 26 എന്നീ 3 ദിവസങ്ങളിലായാണ് കായികമേള. പറളി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരംഭിച്ച കായികമേള അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. പറളി ഉപജില്ലയിലെ 53 സ്കൂളുകളിൽ നിന്നായി 1334 വിദ്യാർത്ഥികൾ 3 ദിവസങ്ങളിലായി മാറ്റുരയ്ക്കും. പത്തിരിപ്പാലയിൽ സംസ്ഥാന പാതയിലെ കുഴികളടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. റോഡിലെ കുഴികളിൽ ചേമ്പ് നട്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമെന്ന് നാട്ടുകാർ പറഞ്ഞു. പത്തിരിപ്പാല മുതൽ പഴയലക്കടി വരെയാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പത്തിരിപ്പാല ചന്തയ്ക്ക് സമീപത്തെ കുഴിയിൽപ്പെട്ട് ബൈക്ക് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. അപകടങ്ങൾ വ്യാപകമായിട്ടും പൊതുമരാമത്ത് നടപടിയെടുക്കാത്തതിലാണ് പ്രതിഷേധം. പത്തിരിപ്പാല ടൗൺ, ചന്ദനപ്പുറം, ചന്ത, 14 മൈൽ, പഴയലക്കടി ഭാഗങ്ങളിലാണ് ഒട്ടനവധി ചതിക്കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്.
യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ഉറപ്പാണ്. PS സിദ്ദിഖ്, PA സാദിഖ്, ഷബീർ പത്രിപ്പാല, ശംസുദ്ദീൻ മാങ്കുറിശി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അഫ്സലിൻ്റെ അടുത്ത് ഈ കുഴി ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതലേ എങ്ങനെയാണ് ഒരു 3-4 പ്രാവശ്യം വീടുകാർ വന്നിട്ട് ക്ലിയറാക്കി പോയതാണ്. പക്ഷേ നെക്സ്റ്റ് മഴയിൽ ഇത് വീണ്ടും കുഴികളാവും. ഒരു 4-5 അപകടങ്ങൾ ഇവിടെ വലിയ അപകടങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് ഒരാളവിടെ കാലൊടിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസത്തോളം ഇവിടെ കിടന്ന് ചികിത്സയിലാണ്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികാരികൾ പെട്ടെന്ന് ഇത് കുഴി ക്ലിയറാക്കി കൊടുക്കണം. ഇവിടുന്ന് 14 പേരുള്ള എല്ലാ ഭാഗത്തും കുഴികളാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംഘടന എന്തെന്ന് തിരിച്ചറിയാൻ ചുമതലക്കാർക്ക് കഴിയണമെന്നും പ്രസംഗമല്ല പ്രവർത്തനം കൊണ്ട് മാത്രമേ സംഘടനയ്ക്ക് വളരാൻ കഴിയൂ എന്നും OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രേമൻ മാസ്റ്റർ. OBC മോർച്ച പാലക്കാട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടന എന്തെന്ന് തിരിച്ചറിയാൻ ചുമതലക്കാർക്ക് കഴിയണമെന്നും പ്രേമൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. സമയബന്ധിതമായി നമ്മൾ മീറ്റിംഗ് തുടങ്ങണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒന്ന്. രണ്ടാമത്, മീറ്റിംഗ് ഷോർട്ട് ടൈം ആയിരിക്കണം എപ്പോഴും. കാരണം ഡ്രാഗ് ചെയ്ത് പോയാൽ അത് അതിൻ്റെ മൂല്യം പോകുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പറയാനുള്ളത് സമയബന്ധിതമായി പറഞ്ഞ് പോയിന്റ് മാത്രം പറഞ്ഞു പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം പ്രസംഗം കേട്ട് നന്നാകുകയാണെങ്കിൽ നമ്മളെ പാർട്ടി നമ്മളെ ആൾക്കാർ എത്രയോ, കാരണം അത്രമാത്രം പ്രസംഗം കേട്ട് വളർന്നവരാണ് നമ്മളല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രസംഗത്തിനല്ല പ്രവർത്തനത്തിനാണ് പ്രസക്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിഷയത്തിലേക്ക് അടുക്കുക. OBC മോർച്ച എന്ന് പറയുമ്പോൾ പലപ്പോഴും മോനേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നെറ്റിച്ചുളിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കിടയിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ അതിൽ മാറ്റം വരാൻ പോവുകയാണ്. ഞാനിതേവരെ മോർച്ചയിൽ വർക്ക് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ടേം വരെ പാലക്കാട് മേഖലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ ധാരാളം മേഖലകളിൽ ഞാൻ വന്നിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് ഇതിന്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ പ്രസിഡന്റ് അല്ല പറഞ്ഞത്, റെഡി. അപ്പൊ എന്താണ് OBC മോർച്ച, എന്താണ് നമ്മുടെ ചുമതല എന്ത്, നമ്മുടെ ദൗത്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റപ്പാലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ജില്ലാ നേതൃയോഗത്തിന് OBC മോർച്ച പാലക്കാട് ജില്ലാ അധ്യക്ഷൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭഗീഷ് പൂരാടൻ, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുട്ടൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീധരൻ മണ്ണാർക്കാട്, ജയൻ മലനാട്, പ്രഭാരി പ്രഭീഷ് മാറാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ പാലക്കാട് SSKയും ഷൊർണൂർ BRCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചു. ഷൊർണൂർ KVR സ്കൂളിൽ നടന്ന സെലക്ഷൻ ട്രയൽസ് ക്യാമ്പ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ BRCക്ക് കീഴിൽ 20 ഭിന്നശേഷി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണനിൽ നിന്നും KVR ഹൈസ്കൂൾ വിദ്യാർത്ഥി UP ആദർശ് ദീപശിഖ ഏറ്റുവാങ്ങിയതോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത്. ഷൊർണൂർ BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KG ശ്രീജ സ്വാഗതം പറഞ്ഞു. KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാമപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ BPC ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷൊർണൂർ ഓട്ടിസം സെന്റർ PTA പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. PT സ്പെഷ്യലിസ്റ്റ് ഗീതാകുമാരി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീരാജ് തുടങ്ങി മറ്റു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക ആയുർവേദ ദിനാചരണം ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിൽ ആഘോഷിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് അവബോധ സദസ്സും സംഘടിപ്പിച്ചിരുന്നു. ആയുസ്സിന്റെ ശാസ്ത്രമായ ആയുർവേദത്തിന്റെ പ്രസക്തി ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുകയെന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആയുർവേദ സ്ഥാപനമായ കേരളീയ ആയുർവേദ സമാജത്തിനും അഭിമാനമാണ്. ആയുർവേദ ശാസ്ത്രത്തിന്റെ ദീർഘകാല ആരോഗ്യ ഗുണങ്ങൾ, സമഗ്രമായ ചികിത്സാരീതികൾ, തലമുറകളായി നിലനിന്നു വന്നിരുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ അവബോധം നൽകി. കേരളീയ ആയുർവേദ സമാജം മാനേജർ A. ബൈജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ മൃത്യുഞ്ജയ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സമാജം സെക്രട്ടറി KA ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രേംജിത്ത് പുലിയപ്പറ്റ അനുമോദനം നിർവഹിച്ചു. ഡോക്ടർ സാന്ദ്ര നിക്സൺ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കുപറ്റിയ വിദ്യാർത്ഥിയെ ആദ്യം ചെറുതുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നു.
ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മാനേജർ KC വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. M. സുഭാഷ്, ഡോക്ടർ അനിലക്കാട് ജയകൃഷ്ണൻ, ശ്രുതി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രമുഖ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനവും ചെമ്പൈ സംഗീതോത്സവവും നടന്നു. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ഇന്ത്യൻ റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ സ്വച്ഛ് ഭാരത് പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരവും ക്ലാസ് മുറികളും ശുചീകരിച്ച് കുട്ടികളിൽ ശുചിത്വബോധം വളർത്തുന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന അധ്യാപിക വിനീത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ റെയിൽവേ ഉദ്യോഗസ്ഥ സിന്ധു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എന്റെ ജോലി സ്ഥലത്തു നിന്നും ആയിരിക്കും. ശുചിത്വം പാലിക്കുന്ന രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ ഒന്നും മലിനമാക്കുകയോ മലിനമാക്കുവാൻ അനുവദിക്കുകയോ ചെയ്യുന്നവരല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ചിന്തയോടുകൂടി ഞാൻ തെരുവുകൾ തോറും ഗ്രാമങ്ങൾ തോറും ശുചിത്വ ഭാരത സന്ദേശം പ്രചരിപ്പിക്കും. കാളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് ബുധനാഴ്ച തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് അഷ്ടമംഗല ദേവപ്രശ്നം. നിരവധി ഭക്തരുടെയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും കാളപ്പാറ സ്വരൂപം പ്രതിനിധി പ്രകാശ് വർമ്മ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത്. കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 1-ാം ദിവസത്തെ അഷ്ടമംഗല ദേവപ്രശ്നം നടപടികൾ പൂർത്തിയായി. 3 ദിവസം നടക്കുന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിന് ബുധനാഴ്ചയായിരുന്നു തുടക്കമായത്. രാവിലെ മുഖ്യ ദൈവജ്ഞൻ കൈമൂക്കെ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാരംഭ നടപടികൾ തുടങ്ങി. പ്രശ്നചിന്തനം നടത്തി ക്ഷേത്രത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനു വേണ്ടിയാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത്. മുഖ്യ ദൈവജ്ഞൻ കൈമുക്കെ നാരായണൻ നമ്പൂതിരി, സഹദൈവജ്ഞന്മാരായ അമ്പലക്കോത്ത് വിജയരാഘവ പണിക്കർ, അരിക്കുളങ്ങര സുരേഷ് പണിക്കർ, ആമിയൂർ വേണുഗോപാല പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിവരുന്നത്. കവളപ്പാറ സ്വരൂപം പ്രതിനിധി പ്രകാശ് വർമ്മ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ, സെക്രട്ടറി രാജഗോപാൽ, വൈസ് പ്രസിഡന്റ് ബാലൻ കൂനത്തറ, ജോയിന്റ് സെക്രട്ടറി ജയപ്രകാശ്, ട്രഷറർ സുകുമാരൻ പുത്തൻവീട്ടിൽ എന്നിവർക്ക് പുറമെ നിരവധി ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. 26-ന് ദേവപ്രശ്നം സമാപിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ഈശ്വരനിലേക്ക് അടുപ്പിക്കുവാൻ ഉള്ള ഒരു സംരംഭം കൂടിയാണ്. കുറച്ചു നേരം നമ്മൾ എല്ലാം മറന്ന് ഈശ്വര ചിന്തയിൽ ഇരിക്കുകയാണ്. ഇതിന്റെ പോസിറ്റിവിറ്റി, ആ ഊർജ്ജം, ആ വൈബ് വളരെ നേരം നീണ്ടു നിൽക്കുന്നതാണ് പ്രത്യേകത. കാരണം ദൈവികമായിട്ടുള്ള ഏത് കാര്യം അങ്ങനെയാണ്. നമ്മൾ ജീവിക്കുമ്പോൾ കുറേ പ്രവൃത്തി ചെയ്യുന്നു, ചിലപ്പോൾ അബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യിക്കുന്നത് ഈശ്വരന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈശ്വരൻ നമ്മളെ നേർവഴിക്ക് എന്നും നയിക്കും. ക്ഷേത്രം പ്രസിഡന്റ് അഷ്ടമൂർത്തി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ആർട്സ് ഓഫ് ലിവിംഗ് അന്താരാഷ്ട്ര പരിശീലകൻ ശശികുമാർ പൊള്ളക്കാട് ജ്ഞാനസദസ്സിന് നേതൃത്വം നൽകി. സെക്രട്ടറി K. അരവിന്ദാക്ഷൻ, K. കൃഷ്ണൻകുട്ടി, ജയശ്രീ അഷ്ടമൂർത്തി, ഗിരീഷ് പാലേരി, N. വാസുദേവൻ,
എൻ രാധാകൃഷ്ണൻ, എം വി ഉണ്ണികൃഷ്ണൻ, പി അരവിന്ദാക്ഷൻ, എൻ ഉണ്ണികൃഷ്ണൻ, കെ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. 22 മുതൽ ഒക്ടോബർ 2 വരെയാണ് ആഘോഷ പരിപാടികൾ. ബുധനാഴ്ച വൈകിട്ട് നൃത്തസന്ധ്യ, വ്യാഴാഴ്ച സോപാന സംഗീതം, ഭക്തിഗാന അർച്ചന, വെള്ളിയാഴ്ച ഭക്തിഗാന സന്ധ്യ, ശനിയാഴ്ച നൃത്താർച്ചന, ഞായറാഴ്ച നൃത്തനൃത്യങ്ങൾ, തിങ്കൾ നൃത്തസന്ധ്യ, ചൊവ്വാഴ്ച സംഗീത നൃത്താർച്ചന, ബുധനാഴ്ച വിവിധ നൃത്ത പരിപാടികൾ എന്നിവയുണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി GHSSലെ 1974-75 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ചെറുതുരുത്തി നിളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം അന്നത്തെ സ്പോർട്സ് അധ്യാപകനായിരുന്ന TN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ അക്കാലത്തെ സ്പോർട്സ് അധ്യാപകനായിരുന്ന TN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി വാട്സപ്പ് കൂട്ടായ്മ അഡ്മിൻ MK ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകരായ KT രാമചന്ദ്രൻ, KP അലവക്കുട്ടി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ബസ്സൊക്കെ അടിച്ച് തകർത്തുകൂടെ പഠിക്കുന്നതിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ പ്രായത്തിൻ്റെ ഇതിനനുസരിച്ച് അങ്ങനെ പോവണം. പക്ഷെ എവിടെ കൊണ്ടുപോയാലും എന്തെങ്കിലും പ്രൈസ് വാങ്ങിക്കാണ്ട് തിരിച്ചു വരാറില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതുരുത്തിയെ പറ്റി നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ചേലക്കര വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. യാദൃച്ഛികമായിട്ട് ഇവിടെ വേറെ ഒരു ഫിലിപ്പോസ് മാഷം കൊണ്ട് ഇവിടെ വർക്ക് ചെയ്ത ഒരു മാഷം കൂടെ വന്നതാണ് വത്സൽ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ അന്തരീക്ഷം വളരെ ഇഷ്ടപ്പെട്ടു. ഈ മരങ്ങളും ഇതൊക്കെ കണ്ടപ്പോഴേ. മറ്റു ഭാരവാഹികളായ KM മുസ്തഫ, K കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രൂപ്പിലെ അധ്യാപികയായിരുന്ന ഗീതാലക്ഷ്മി സ്വാഗതവും KA ജമീല നന്ദിയും പറഞ്ഞു. തുടർന്ന് 3 അധ്യാപകരെയും പൊന്നാട അണിയിച്ച് വിദ്യാർത്ഥികൾ ആദരിച്ചു. ഗ്രൂപ്പ് ഫോട്ടോസും മറ്റു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ മുതിയാർ തെരുവ് നൻപൻതൊടി വീട്ടിൽ രാധാകൃഷ്ണനും ഭാര്യ ശാന്തിയും മുടങ്ങാതെ ഈ വർഷവും ബൊമ്മക്കുലു ഒരുക്കി. തുടർച്ചയായി 15ാമത്തെ വർഷമാണ് ഈ ദമ്പതികൾ ബൊമ്മക്കുലു ഒരുക്കുന്നത്. 100-ൽ അധികം വരുന്ന ബൊമ്മക്കുലു കാഴ്ച വിസ്മയം തന്നെയാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നവരാത്രി കാലങ്ങളിൽ ദേവീദേവന്മാരുടെ ബൊമ്മകൾ അണിനിരത്തി നടത്തുന്ന ഒരു ആചാരമാണ് ബൊമ്മക്കൊലു. നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്കു ശേഷം കുടുംബത്തിലെ മുതിർന്ന ആൾ സരസ്വതി, പാർവതി, ലക്ഷ്മി എന്നീ ദേവിമാർക്കുവേണ്ടി കലശ ആവാഹനം പൂജവിധി നടത്തുന്നു. അതിനുശേഷം മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പടികളിൽ കൊലുവിനെ പ്രതിഷ്ഠിക്കുന്നു. പടികൾക്ക് മുകളിൽ തുണി വിരിച്ച ശേഷം ദേവീദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലിപ്പത്തിനും സ്ഥാനത്തിനുമനുസരിച്ച് നിരത്തിവെക്കുന്നു. പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളുമാണ് ബൊമ്മക്കൊലുകളിൽ ചിത്രീകരിക്കുന്നത്. 2010 മുതലാണ് ഇവർ ബൊമ്മക്കൊലു വയ്ക്കാൻ ആരംഭിച്ചത്. 9 ദിവസം നീണ്ടുനിൽക്കും വിധമാണ് ആചാര അനുഷ്ഠാനങ്ങൾ. 80 അവതാരങ്ങളുമായി ആരംഭിച്ച് 100-ലധികം കൊലു ഒരുക്കാൻ ഇവർക്ക് കഴിഞ്ഞു. മരപ്പാച്ചി, അഷ്ടലക്ഷ്മി, ദശാവതാരം, പാലാഴി മഥനം, ശ്രീരാമന്റെ കുടുംബം, ഗുരു ദാത്താത്രേയ, മധുരമീനാക്ഷിയമ്മ, അയ്യപ്പസ്വാമി, മുരുകൻ, ഗണപതി തുടങ്ങി 100-ലധികം ബൊമ്മക്കൊലുവാണ് ഒരുക്കിയിട്ടുള്ളത്. 9 ദിവസങ്ങളിലും വൈകുന്നേരം 6 മണി മുതൽ സരസ്വതി പൂജ, ലക്ഷ്മി പൂജ, ദുർഗാപൂജ, തുടർന്ന് ലളിതാ സഹസ്രനാമം, പ്രസാദ വിതരണം എന്നിവയോടെയാണ് ദിവസേനയുള്ള പൂജകൾക്ക് സമാപനമാകുന്നത്. ജയ ജയ ഹേ महिषासुरमर्दिनी यम्यगभक्तिनि शैलसुते ऐनिजकुङ्कृतिमात्रनिराकृतधूम्रविलोचनधूम्रशदे समरविशोषितशोणितबीजसमुद्भवशोणितबीजलदे. ബാലിക, കന്യക, സുമംഗലി പൂജകളും ശ്രദ്ധേയമാണ്. കൂടാതെ വെറ്റില, അടയ്ക്ക, നാണയം, ചെറുനാരങ്ങ, മഞ്ഞൾ, കുങ്കുമം, താലി, ചരട്, വസ്ത്രം, പഴം എന്നിവ നൽകും. പൂജവെപ്പിന്റെ ഭാഗമായി വാഹനപൂജ, ആയുധപൂജ എന്നിവയുമുണ്ടായിരിക്കും. കൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വർഷം തോറും നൽകി വരാറുണ്ട്. നവരാത്രി അനുബന്ധിച്ച് കുലി ആരംഭിച്ചിട്ട് 15ാമത്തെ വർഷമാണ്. ഇന്ന് നമ്മളിവിടെ എല്ലാ ഭക്തജനങ്ങളും, നാട്ടുകാരും, കുടുംബക്കാരും, ശ്രീ മാരമ്മൻ ക്ഷേത്ര കമ്മിറ്റിക്കാരും എല്ലാവരും ചേർന്ന് എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടാണ് നടത്തി വരുന്നത്. എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം വായനയുണ്ട്. കഴിഞ്ഞ് പ്രസാദ വിതരണമുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ദിവസം
സുമംഗലർക്കും ബാല്യമാർക്കും കന്യകമാർക്കും വസ്ത്രദാനം, അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായിട്ട് പഠനോപകരണങ്ങളും പുസ്തകങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണമുണ്ട്. പിന്നെ ഇതിലെ കൊല്ലുവിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പൂർവികം വന്നിട്ട് മൺമാത്രം നിർമ്മിക്കുന്ന കുമ്പാരന്മാരുണ്ട്. കുമ്പാര സമുദായം അവരാണ് അവിടെ യുദ്ധം ദേവന്മാരുടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അന്നത്തെ കാലത്ത് അവർക്ക് ലിപിയില്ല, ഇപ്പോഴും ഇല്ല ലിപി, അവർക്ക് എഴുത്ത് വായനയില്ല. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ജനങ്ങളെ അറിയിക്കേണ്ടതെന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ അവരുണ്ടാക്കുന്ന മണ്ണുകൊണ്ട് അതിൽ ബൊമ്മകൾ ഉണ്ടാക്കി അത് നാട്ടുകാരെ അവതരിപ്പിച്ച് അത് പുരോഗമിച്ച് ഇന്ന് ബൊമ്മക്കൊല്ലു എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഐതിഹ്യം. അങ്ങനെയാണ്. പിന്നെ ഇതിൽ വന്നിട്ട് 3 ദിവസം സരസ്വതി, പിന്നെ ലക്ഷ്മി, പിന്നെ ദുർഗ, അങ്ങനെ 9 ദിവസങ്ങളിലായിട്ടാണ് ഈ പൂജ നടത്തി വരുന്നത്. നാട്ടുകാരെല്ലാവരും നിറഞ്ഞ സഹകരണവും എല്ലാ കുടുംബക്കാരുടെയും എല്ലാവരുടെയും ഉണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാറ്റലി. ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കൊടുവിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തി. രാഹുലിന് കോൺഗ്രസുകാർ സുരക്ഷ ഒരുക്കിയെന്നും ഇല്ലെന്നും അഭിപ്രായമുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്ത്? മാറ്റലിയിലേക്ക്. രാഹുൽ മാങ്കൂട്ടം ഇന്ന് പാലക്കാട് ജില്ലയിൽ വന്നു എന്നുള്ളത് കോൺഗ്രസ് ജനങ്ങളോട് പറഞ്ഞ് പറ്റിച്ച ഞങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പോലും അദ്ദേഹം ചെയ്ത തെറ്റുകൾ കോൺഗ്രസിന് ബോധ്യപ്പെട്ടതിൻ്റെ പുറത്ത് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് ജനങ്ങളോട് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം ഇന്ന് പാലക്കാട് കൂടെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാരാണ്. അത് പൊതുജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, അദ്ദേഹത്തിന് വോട്ട് ചെയ്ത കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ആ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അദ്ദേഹം PJ പൗലോസിൻ്റെ വീട്ടിൽ വരുന്നതോ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സന്ദർശിക്കുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷേ അതിന് ഒരു ആവേശത്തോടു കൂടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കോൺഗ്രസ് പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ പേടിച്ച് നടക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ളൊരു ജനപ്രതിനിധിയുടെ ഏറ്റവും മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള കുറച്ചു യൂത്ത് കോൺഗ്രസിന്റെ പട്ടാളക്കാരും അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ. 3 പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം മണ്ണാർക്കാട് മുതിർന്ന നേതാവ് മരണപ്പെട്ട സ്ഥലത്തേക്ക് വന്നത്. 3 പോലീസ് ജീപ്പിന്റെ അകമ്പടിയോടാണ്. അപ്പൊ എത്ര മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്നുള്ളത് മണ്ഡലത്തിൽ ജനങ്ങളെ പേടിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് മണ്ഡലത്തിൽ ജനങ്ങളെ പേടിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തോ വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളതും അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിയാത്തതുമാണ് അദ്ദേഹം ഇത്രയും ഒരു നെറികെട്ട അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തി. MLA ഓഫീസിന് കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ രാഹുൽ. ലൈംഗികാരോപണങ്ങൾക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയതിനെതിരെ ചൂലുമായി BJPയുടെ പ്രതിഷേധം. നാണം കെട്ട MLA പാലക്കാട്ട് കാലുകുത്തരുതെന്നും MLA രാജിവെക്കണമെന്നും BJP. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൈക്കിളിൽ മൈക്ക് കെട്ടി DYFIയുടെ പ്രതിഷേധ പ്രചരണം. പെൺകുട്ടികളും യുവതികളും സ്ത്രീകളും കരുതൽ സ്വീകരിക്കണമെന്നും DYFI. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ കേരളത്തെ കട്ടുമുടിച്ചെന്നും കേന്ദ്ര പദ്ധതികളിൽ പേരുമാറ്റി അട്ടിമറിച്ചെന്നും പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. CPIM ദുർഭരണത്തിനെതിരെ ഷൊർണൂർ BJP മണ്ഡലം കമ്മിറ്റിയുടെ ഉപവാസ സമരം ഷൊർണൂരിൽ. രാസലഹരി വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് മുന്നിലും പിന്നിലും ലഹരിക്ക് അടിമപ്പെട്ടവർ ഉണ്ടാക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതെന്നും ചെന്നിത്തല. ആയിരങ്ങൾ പങ്കെടുത്ത ലഹരിക്കെതിരെ നടത്തം പാലക്കാട്ട്. എയർപോർട്ട് മാതൃകയിൽ നവീകരണം പൂർത്തീകരിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സോഷ്യൽ മീഡിയകളിൽ തരംഗം. പദ്ധതി പൂർത്തീകരണം അമൃത് ഭാരത് പദ്ധതിയിൽ. നവീകരണം പൂർത്തിയാക്കിയ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നാടിന് സമർപ്പിക്കും. ഒറ്റപ്പാലം മണ്ഡലത്തിൽ കാർഷിക മഹോത്സവം ഒക്ടോബർ 23 മുതൽ 25 വരെ. വിവിധ ദിവസങ്ങളിലായി 5 മന്ത്രിമാർ ചടങ്ങുകളിൽ പങ്കെടുക്കും.
കാർഷിക മഹോത്സവം ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ. ചേലക്കരയിൽ കൂട്ടാത്മഹത്യാശ്രമം. ഫോറൻസിക് സംഘം വീട്ടിൽ പരിശോധന നടത്തി. കൂട്ടാത്മഹത്യാശ്രമം ചൊവ്വാഴ്ച രാത്രിയോടെ സംഭവത്തിൽ 6 വയസ്സുകാരി മരിച്ചു. മകന്റെയും അമ്മയുടെയും നില ഗുരുതരമായി തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.